29ാമത് IFFKയിൽ വനിതാ സംവിധായകരുടെ ചലച്ചിത്രങ്ങൾ വലിയ തോതിൽ പ്രദർശിപ്പിക്കുമ്പോഴാണ് KSFDC ചെയർമാനായ ഷാജി എൻ കരുൺ മത്സര വിഭാഗത്തിൽ തന്നെയുള്ള സംവിധായകയ്ക്കെതിരെ ഒരു ലീഗൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നമുക്ക് ആ സംവിധായകരോട് സംസാരിക്കാം. ഇന്ദുലക്ഷ്മി. നിള എന്ന എൻ്റെ ആദ്യത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് KSFDC ആണ്. ഒരു ഗവൺമെൻറ് പദ്ധതി, വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് നിള പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും വളരെ ഇൻഹ്യൂമനായിട്ടുള്ള നമുക്ക് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് അറ്റ് വേരിയസ് പോയിൻറ്റ്സ് ഓഫ് ടൈം നമ്മളതിനെ സംസാരിച്ചിട്ടുമുണ്ട്. മെയിലായിട്ട് വിതിൻ KSFDC അത് സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഞാൻ ഉൾപ്പെടെയുള്ള മറ്റ് സംവിധായകർക്കെല്ലാം ആ ഒരു ജേണി വളരെ ഹരാസിങ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ഉള്ളിലെ ഒരു കരുത്തിനെ തകർക്കുന്ന തരത്തിലുള്ള സമീപനമായിരുന്നു KSFDCയിൽ നിന്നും അവിടുത്തെ എംപ്ലോയീസിൽ നിന്നും പ്രത്യേകിച്ചും ഇദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. നമുക്കൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് പിന്നീട് മിനിസ്റ്റർ ലെവലിലേക്ക് കൊണ്ടുപോവുകയും മീഡിയയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത്. ഇറ്റ് വാസ് ആർ ഹെൽപ്ലെസ്നെസ് കൊണ്ടാണ്. ഇപ്പോഴും അതിൻ്റെ മറ്റ് സംവിധായകർ, ഈ പദ്ധതിയിലൂടെ സിനിമ ചെയ്ത മറ്റ് സംവിധായകർ എല്ലാവരും ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും വിമുക്തരായിട്ടുമില്ല. അപ്പോൾ നമുക്ക് കേരളം എന്ന് പറയുന്നൊരു സ്ഥലത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ദുരനുഭവങ്ങൾ ഏകദേശം ഒരു 18 മന്ത്സോളം നിശബ്ദമായി ഞാൻ ആ സിസ്റ്റവുമായിട്ട് പ്രതീക്ഷയോടെ കൂടെ നിന്നതിന് ശേഷം എനിക്ക് പുറത്ത് സംസാരിക്കുവാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. ആൻഡ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലുള്ള ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിൻ്റെ നയരൂപീകരണത്തിനും അതിൻ്റെ കോൺക്ലേവിനും സിനിമ നയരൂപീകരണത്തിനും ഇദ്ദേഹം യോഗ്യനല്ല എന്ന് പറഞ്ഞ് ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ടാണ് ഒരു സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിൻ്റെ ഒരു ഹരാസ്മെൻറ്റിൻ്റെ ഒരു ഇരയായതുകൊണ്ട് തന്നെ പറയാൻ ഉള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആ ഒരു ഉത്തരവാദിത്തത്തിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചതും. കാരണം നിളയൊക്കെ ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനൊരു ഓഗസ്റ്റ് കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ വന്നപ്പോൾ പിന്നെയും ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് തിരിച്ച് അധികാരത്തിലേക്ക് വരുന്നത് എന്നുള്ള ഒരു വേദനയിൽ കൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള മറ്റ് സംവിധായകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അത് റീതിങ്ക് ചെയ്യണം എന്ന് ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനിമാ നയം പോലുള്ള കാര്യങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ, അല്ല അതിനുള്ള ഒരു ആലോചനകൾ നടക്കുമ്പോൾ തന്നെ തൊഴിലിടം എന്നുള്ള നിലയിൽ സിനിമാ മേഖല, പ്രത്യേകിച്ച് മലയാള സിനിമാ മേഖല എത്രമാത്രം പ്രശ്നകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? മൊത്തത്തിലുള്ളൊരു പിക്ചർ എനിക്കില്ല. കാരണം ഞാൻ 2 സിനിമകളെ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ, അതും ഇൻഡിപെൻഡൻറ്റ് പ്രൊഡക്ഷൻസ് ആണ്. അപ്പം മൊത്തത്തിലുള്ളൊരു പിക്ചർ ഇല്ല. പക്ഷേ ഹേമ കമ്മിറ്റിയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ പുറമേ കാണുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ ഇതൊരു വർക്ക് പ്ലേസ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നമുക്ക് വി നീഡ് മോർ ഡിഗ്നിഫൈഡ് സ്പേസ് എന്നുള്ളതാണ്. അപ്പോൾ അത് KSFDC പോലുള്ള ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്നും അത് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് വേറൊരിടത്ത് നമുക്ക് ചോദിക്കാനില്ലല്ലോ. അപ്പോൾ ദാറ്റ് ഹാസ് ടു ബി എൻഷ്യോർഡ്. ഇതൊരു വളരെ സ്വപ്ന പദ്ധതിയാണ് ഗവൺമെൻറ്റിൻ്റെ, വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അതിൽ കുറച്ച് ആൾക്കാർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതും സിനിമയും ഈ മാധ്യമത്തിനെയും ഇത്രയും ഇഷ്ടപ്പെട്ട് വളരെ കാലമായിട്ട് സഞ്ചരിച്ചു വരുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരു യാത്രയുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അങ്ങനെ ഉള്ള ആൾക്കാരെ മാനസികമായിട്ടും ഇത്രയും തളർത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ആൻഡ് വ്യക്തി വൈരാഗ്യം തീർക്കാനായിട്ടുള്ളൊരു മാധ്യമവും അല്ല സിനിമ. വ്യക്തി വൈരാഗ്യം ഇപ്പോൾ അടുത്ത സിനിമ ഞാനിപ്പോൾ നിളയുടെ ഒരു ഡിഫിക്കൽട്ടീസ് എല്ലാം കഴിഞ്ഞ് അടുത്ത സിനിമ ചെയ്ത് അതിനെ IFFKയിൽ കൊണ്ട് വരുമ്പോഴും ഈ ഒരു വിഷയം എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്ന് വിചാരിച്ചെടുത്താണ് ഞാനിപ്പോൾ സംസാരിക്കാൻ നിർബന്ധിതയായത്. കാരണം ഒരു വശത്ത് വിമൺ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ വനിതകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള നിശബ്ദമായ വെല്ലുവിളികളുണ്ട്, ഭീഷണികളുണ്ട്. അത് ഈ പറഞ്ഞ പ്രമുഖരിൽ നിന്നും വരുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. നിങ്ങളെ ഒരുപാട് ഡിലേ ആയിരുന്നു അതിൻ്റെ സ്ക്രീനിങ്ങും, അതിന് കൃത്യമായിട്ടുള്ള ഫെസ്റ്റിവൽ സ്പേസസ് കിട്ടിയില്ല എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അപ്പുറവുമായി എത്തിയിരിക്കുകയാണ്. ഇപ്പം അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ യാത്ര എങ്ങനെയായിരുന്നു? അതായത് വളരെയധികം ഡിഫിക്കൽട്ടീസിലായിരിക്കും കടന്നു പോയി കാണുക. കാരണം ഒരു പടം സംവിധാനം ചെയ്യുന്നു, ആ പടം കൃത്യമായ ഫെസ്റ്റിവൽ സ്പേസുകളിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഡിലേ ആയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നീട് വീണ്ടും കേരളത്തിൽ തന്നെ വലിയൊരു സ്പേസിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു അവസരത്തെ കാണുന്നത്?
ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ളത് ഏറ്റവും സത്യമുള്ളൊരു മീഡിയമാണ് സിനിമ എന്നുള്ളതാണ്. നമ്മൾ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് കാണപ്പെടാതെ പോയില്ല, ആ ഒരു റിസൾട്ട് പരിപൂർണമായിട്ടും പോകില്ല എന്നുള്ളതാണ്. തോറ്റ് തിരിച്ചു പോകുമെന്ന് വിചാരിക്കുന്നിടത്ത് തിരിച്ചു വരാൻ പറ്റിയത് എനിക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. നിരന്തരമായും നമ്മൾ യൂസ്ലെസ് ആണ് എന്ന് പറഞ്ഞെടുത്ത് അവരെ നിശബ്ദരാക്കാൻ പറ്റി എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. IFFK പോലെയുള്ള ഒരു വലിയൊരു വേദിയിൽ സിനിമ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുമ്പോൾ എനിക്ക് നിളയെക്കുറിച്ചും KSFDC-യെക്കുറിച്ചും പറയേണ്ടി വരുന്നതും അതിന് എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നതും എനിക്ക് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് തോന്നുന്നു. ഇപ്പോൾ നടത്തുന്ന ഈ പ്രതികരണങ്ങളും ഇപ്പോൾ ഇന്ദുലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുള്ള ഈ പവർ സെൻറ്റേഴ്സിനെതിരെയുള്ള ഒരു പ്രതികരണം തന്നെയല്ലേ? പവർ സെൻറ്റേഴ്സ് എന്നുള്ളതല്ല, എനിക്ക് പ്രത്യേകിച്ചും എന്നെ ജസ്റ്റ് ലീവ് മീ അലോൺ എന്ന് എനിക്ക് ഒടുവിൽ പറയാൻ തോന്നുന്ന വിധം അത്രയും നമുക്ക് തളർച്ച തോന്നും. കാരണം ഇനി ഫൈറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ എന്നുള്ളൊരവസ്ഥയാണ്. എന്താ പറയുക, അത് ഇത്രയും ഡേ ടു ഡേ ബേസിസിൽ നിളയെ ഞാനൊരു തിയേറ്റർ വരെ എത്തിച്ചതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി എനിക്കറിയാം. അതിൽ പല സിനിമകളും 2022 പൂർത്തിയായി 2023 സെൻസർ ചെയ്ത ചില സിനിമകൾ ഇനിയും റിലീസ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഒരു മോണോപ്പൊളിയിൽ ഇരിക്കുന്നതുകൊണ്ടും ഒരു he is the one who is deciding that, and if he has something against us, the movie is going to get affected. അപ്പം അത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. ഈ പറഞ്ഞ പോലെ പവർ സെൻറ്റേഴ്സ് എന്ന് പറയുന്ന പോലെ വൈ ഇസ് ഇറ്റ് ദാറ്റ് ഇത്രയും ആൾക്കാർ അവരുടെ അനുഭവങ്ങളും അവരുടെ ഹരാസ്മെൻറ്റ് കാര്യങ്ങളും പറഞ്ഞിട്ടും മന്ത്രിക്ക് എഴുതിയിട്ടും ഒക്കെ ഇപ്പോഴും അധികാരങ്ങൾ, ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് മലയാളത്തിൽ വേറെ ആരും ഡയറക്ടേഴ്സ് ഇല്ലേ, വേറെ ഫിലിം മേക്കേഴ്സ് ഇല്ലേ? അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. അങ്ങനെ ഒരു ചർച്ച ഇനി ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കുന്നത് കൊണ്ട്? എനിക്കങ്ങനെ പ്രതീക്ഷകളൊന്നും ഇപ്പോൾ ഇല്ല. ബിക്കോസ് ഐ ഹാഡ് ട്രൈഡ് മൈ ബെസ്റ്റ്, ബട്ട് എനിക്ക് അങ്ങനെ പ്രതീക്ഷകളൊന്നുമില്ല. ഇനി എനിക്ക് അടുത്ത സിനിമ എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഒരു കാര്യം ഇവിടെ പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തത്. കാരണം സ്ത്രീകളെ ഒരു വശത്ത് നമ്മൾ ശാക്തീകരിക്കുന്നു എന്ന് പറയുമ്പോഴും അത് ഒരു ടൂളായിട്ട് എടുത്ത് പലപ്പോഴും അതിൽ കയ്യടി കിട്ടുന്നൊരു കാര്യമാണ് സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഹരാസ്മെൻറ്റ് ഇഷ്യൂസും ടാർഗറ്റിങ്ങും ഭീഷണികളും ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള നമുക്ക് എഗെയിൻസ്റ്റുള്ള അറ്റാക്കുകളും നിരന്തരമായിട്ടുണ്ട് എന്ന് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ലീഗൽ നോട്ടീസ് വെച്ചിട്ടെങ്കിലും എനിക്ക് പറയണം എന്നുണ്ട്. കാരണം ദ ജേർണി ഓഫ് വിമൻ ഇറ്റ് ഇസ് നോട്ട് ഈസി. ഇത് ബിക്കോസ് നമുക്കത് പ്രോബ്ലി നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഈ പവർഫുള്ളായിട്ടുള്ള ആൾക്കാർ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ ഒരു പിന്തുണയുടെ അഭാവമാണോ ഇങ്ങനെയുള്ള ആവർത്തനങ്ങൾ സംഭവിക്കാൻ കാരണം? അതോ നമ്മളിപ്പം തളർന്നു പോകുന്നത് കൊണ്ടാണോ? അതായത് ഞാൻ തളർന്നു പോയിട്ടില്ലല്ലോ, ഞാൻ തിരിച്ചു വന്നതാണ് അവർക്ക് ഇൻടോളറൻ്റ് ആവാനുള്ള കാരണം. കാരണം സ്ത്രീ എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ വിചാരിക്കുന്ന കൺസെപ്റ്റ് ഓഫ് സ്ത്രീ വളരെ ഡിഫറെൻ്റ് ആണ്. ഇൻകേപ്പബിൾ ആണ്, ഇൻ്റലിജൻ്റ് അല്ല, സ്വന്തമായിട്ട് അഭിപ്രായമില്ല. അപ്പം ഇതൊന്നും അല്ല, തന്നെത്താനെ ഇവരുടെ കൂടെ സംസാരിക്കാൻ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള സ്ത്രീകളെ കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. കാരണം അത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു ബിഗിനിങ്ങിൽ, ദാറ്റ് ഇൻകേപ്പബിൾ എന്നുള്ള രീതിയിൽ. അത് പക്ഷേ സ്ത്രീകളോട് മാത്രമല്ല, SC/ST വിഭാഗത്തിൽ നിന്നുള്ളവരോടും ഇത്തരത്തിലുള്ള ഐസൊലേഷനും ഡിസ്ക്രിമിനേഷനും ഒക്കെ അവർക്കും ഉണ്ടായിരുന്നു. ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, അതൊരു തരം ബുള്ളിയിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ജെൻഡർ ഡിസ്ക്രിമിനേഷനും ബുള്ളിയിങ്ങും തന്നെയായിരുന്നു. ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലഷർ അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ വിഷമിക്കുകയും നമ്മളെ ബുദ്ധിമുട്ടുകളിലാക്കുകയും ചെയ്യുമ്പോഴും നമ്മുടെ ഹെൽപ്ലെസ്നെസ് കണ്ട് അവർ ആനന്ദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ് സിനിമ എന്നുള്ളതാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല സിനിമ, ഈ അപ്പുറം പോലെയും സിനിമ ചെയ്യാം എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അത് ഡെഫിനറ്റ്ലി അവർക്ക് ഒരു ഇൻടോളറൻസ് ഉണ്ടാക്കുമല്ലോ. ഇപ്പം 29ാമത് IFFKയുടെ ഫീമെയിൽ ഗേസ് എന്നുള്ളതിന് എന്തായിരിക്കും ഒരു ഡെഫിനിഷൻ കൊടുക്കുക ഇന്ദുലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന്? എനിക്ക് തോന്നുന്നു ഇമോഷണലി അറ്റാക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. കാരണം
സ്ത്രീകൾ സ്വന്തമായിട്ടിപ്പം ഇവരുടെയൊക്കെ സഹായവും ഔദാര്യവും ഇല്ലാതെ മുന്നോട്ട് വരികയാണ് എങ്കിൽ അവരെ ഇമോഷണലി അറ്റാക്ക് ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു സ്റ്റേജിൽ എൻ്റെ സിനിമ നാളെ സ്ക്രീൻ ചെയ്യാൻ പോവുകയാണ്, എൻ്റെ ടീം മെമ്പേഴ്സ് വരുന്നുണ്ട്, നമ്മൾ വി ആർ ഇൻ എ വെരി ഹാപ്പി മൂഡിൽ. എനിക്ക് നിളയുടെ ട്രോമയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അത് ഓർക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. അത് അതിജീവിച്ചൊരു യുദ്ധമാണ്, പക്ഷേ എന്നാലും ആ യുദ്ധത്തിൻ്റെ മുറിവുകൾ ഞാൻ പരിപൂർണമായി ഹീലായിട്ടില്ല. ഞാനെന്നല്ല, എനിക്ക് തോന്നുന്നു പലരും, എനിക്കറിയുന്ന പലരും അതിൻ്റെ ഒരു വേദനയുമായിട്ട് ഇപ്പോഴും ജീവിക്കുന്നതാണ്. വി ഡിസേർവ് ബെറ്റർ ഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനായിട്ട് അവകാശമുണ്ട്, നമ്മുടെ സ്വപ്നങ്ങൾ പെർസ്യൂ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇവിടെ കുറച്ച് വർഷം മുന്നേ ജനിച്ചു പോയിന്നോ ഇല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെച്ചിട്ടോ ഒരിക്കലും നമ്മളെ തരം താഴ്ത്തി ഹരാസ് ചെയ്യരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എന്താണ് പ്രതീക്ഷിക്കുന്നത്? മത്സര വിഭാഗത്തിലാണുള്ളത്, അപ്പം മറ്റുള്ള ചലച്ചിത്രങ്ങളുണ്ട്, അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രശസ്തമായ പല ഫെസ്റ്റിവലിലും പോയിട്ടുള്ള ചലച്ചിത്രങ്ങളുണ്ട്. അപ്പോൾ എന്ത് പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്? പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. ഞാൻ IFFK എല്ലാ വർഷവും ഞാൻ ഇതിൻ്റെ ഒരു എനർജി കാണുന്ന ഒരാളാണ്. എന്നെ പുറത്താക്കിയ KSFDC തിയേറ്റേഴ്സിൽ എൻ്റെ അടുത്ത പടം നിറഞ്ഞ സദസ്സോടുകൂടി കാണുന്നതിൻ്റെ നിറവ് അതിനപ്പുറം മറ്റൊന്നുമില്ല. നിറഞ്ഞ സദസ്സ് തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നു.